നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ജീവിതത്തിലെ ഒരേടും എന്നെ ഒതുക്കാൻ വിട്ട അനിൽ എന്ന ചെങ്ങന്നൂരുകാരൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. 2 എപ്പിസോഡായിട്ടാണ് അത് കാണിച്ചത്. അനിലടക്കം ധാരാളം പേരെന്നെ വിളിച്ചു. പലരും ആ പ്രോഗ്രാം തീർത്തും കാണുന്നതിന് മുമ്പേ കരഞ്ഞുപോയി എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 2ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ശബ്ദം ഇടർന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്ത് കളഞ്ഞത്. ആ കഥയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ തന്നെ എന്നെ തെറ്റിദ്ധരിക്കുകയും എന്നെ ഇറക്കി വിടാനായി ഒരു ചട്ടമ്പിയെ പറഞ്ഞു വിട്ടപ്പോൾ ആ ചട്ടമ്പി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും എൻ്റെ ഒരു അനുജനെ പോലെ ഇന്നും എന്നോട് സ്നേഹവായ്പകൾ കാണിക്കുകയും ചെയ്യുന്ന ആ ഭാഗം പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് വല്ലാതായിപ്പോയി. ഒരുപാട് പേർ പലയിടത്തുനിന്നും വിളിച്ചു. പ്രോഗ്രാം കണ്ട് കരഞ്ഞു എന്ന് പലരും പറഞ്ഞു. എന്നോട് സംസാരിച്ചപ്പോഴും പലരുടെയും ശബ്ദം ഇടറുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഇനിയും താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പറയണമെന്ന് പലരും പറഞ്ഞു. പറയാമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. വീടിൻ്റെ കഥ പറഞ്ഞ് വീടിൻ്റെ വിഷ്വൽ കാണിക്കാത്തത്, കഥ പറഞ്ഞാൽ മാത്രം പോരല്ലോ, വീടിൻ്റെ വിഷ്വൽ കാണിക്കാത്തത് ശരിയായില്ല എന്ന് ചിലർ പറഞ്ഞു. അതിൽ റിനോബ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഖത്തറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേട്ടാ ചായ കുടിക്കാൻ, ഞാനൊരു ധനവാനൊന്നും അല്ല ചേട്ടാ, ചായ കുടിക്കാനുള്ള 10 റിയാലോ മറ്റോ കയ്യിലുള്ളത്, അതിന് ചായ കുടിക്കാതെയാണ് ഞാനിപ്പോൾ ചേട്ടനെ ആ പൈസ കൊണ്ട് വിളിക്കുന്നത്. ചേട്ടാ ആ വീടിൻ്റെ ഫോട്ടോ ഒന്നിടൂ ചേട്ടാ. എനിക്കത് കേട്ടപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പോയ വീടല്ലേ, വീണ്ടും വീണ്ടും നമ്മൾ കണ്ടവന് കൊടുത്തിട്ട് ആ ഫോട്ടോ ഇടുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ റിനോബ് എന്നെ 2 പ്രാവശ്യം വിളിച്ചു. 2 പ്രാവശ്യവും എന്നോട് പറഞ്ഞത്, ചേട്ടാ അടുത്ത എപ്പിസോഡിൽ ആ വീടിൻ്റെ ഫോട്ടോ ഇടണേ, ഞാൻ എൻ്റെ മകൻ 50 വർഷം നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ചുടുകട്ടയും മണലും മാത്രം ഉപയോഗിച്ച് ഒരുപാട് വെളിച്ചം, രാത്രിയിൽ പോലും അകത്ത് ഒരുപാട് വെളിച്ചം വരുന്ന രീതിയിൽ ചെയ്ത എൻ്റെ വീടിൻ്റെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരാൾക്ക് വിറ്റിട്ട് പിന്നെയും അത് ശരിയല്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഈ ഫോട്ടോ സത്യത്തിൽ എൻ്റെ ഫോണിലില്ലായിരുന്നു. ഞാൻ എൻ്റെ സിന്ധുവിനോട് പറയുകയും സിന്ധു അവളുടെ ഫയലിൽ നോക്കിയാണ് എനിക്ക് ഈ ഫോട്ടോകൾ എടുത്ത് തന്നത്. ഒരു ജാള്യത എനിക്കുണ്ട് സത്യത്തിൽ. കാരണം വിറ്റുപോയ വീടിനെപ്പറ്റി നമ്മൾ പറയാൻ പാടില്ല. പിന്നെ എന്നാലും റിനോബ് അടക്കം ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വെച്ച സ്വപ്ന വീടിൻ്റെ ഫോട്ടോ ഇടുന്നത്. നമസ്കാരം. മികച്ച നടൻ്റെ, ഇന്ത്യയിലെ മികച്ച നടൻ്റെ പുരസ്കാരം നേടിയ 3ാമത്തെ മലയാളി, 2 തവണ മികച്ച 2ാമത്തെ നടൻ്റെ സംസ്ഥാന അവാർഡ് നേടിയ ആൾ, സമഗ്ര സംഭാവനയ്ക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനും മാതൃഭൂമിയുടെയും അവാർഡുകൾ നേടിയ ആൾ, രചനയും സംവിധാനവും അഭിനയവുമായി നാടകരംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ കലാകാരൻ, അഭിനയിച്ച സിനിമകളിൽ ഏറിയ പങ്കിലും തൻ്റെ സാന്നിധ്യം തെളിയിച്ച അഭിനേതാവ്. ഞാനൊരു വലിയ കലാകാരനാണ്, അഭിനേതാവാണ് എന്ന ഭാരം തലയിൽ കയറ്റി വയ്ക്കാതെ, സിനിമയുടെ പകിട്ട് സൂക്ഷിക്കാതെ മണ്ണിൽ ചവിട്ടി നടന്ന സാധാരണ മനുഷ്യൻ. അമേരിക്കയിൽ പോയപ്പോൾ പോലും മുണ്ടെടുത്ത് ഫുൾ കൈ ഷർട്ട് തെറുത്ത് കയറ്റി വെച്ച് നിറഞ്ഞ ചിരിയോടെ ജീവിച്ച തനി മലയാളി. രോഗിയുടെ അസുഖം എന്താണെന്ന് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാനാകാതെ വേദന തിന്ന് ജീവിച്ച് മൾട്ടിപ്പിൾ മൈലോമ ആണെന്നും അസ്ഥികൾക്ക് അർബുദ രോഗമാണെന്നും തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ സ്ഥിരീകരിച്ച് ജീവിതകാലം മുഴുവൻ ഊർജ്ജസ്വലനായി ജീവിച്ച ബലിഷ്ടമായ ശരീരമുള്ള മനുഷ്യൻ 4-5 വർഷക്കാലം ദുരിതക്കയത്തിൽ വീണ് 67-ാം വയസ്സിൽ അകാല വാർദ്ധക്യം ബാധിച്ച്
തിരിച്ചറിയാൻ കഴിയാത്ത വിധമായി കഴിഞ്ഞ് ഈ ലോകം വിട്ട കലാകാരൻ. ഇത്രയും പറയുമ്പോൾ കുറേ പേർക്കെങ്കിലും ആളിനെ മനസ്സിലായി കാണും എന്നെനിക്ക് തോന്നുന്നു. ബാലങ്കൻ നായർ എന്ന പേരിൽ ചെയ്ത സിനിമകളിലൊക്കെ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ബാലേട്ടൻ്റെ, നമ്മളിവിടെ ബലാത്സംഗ സീനൊക്കെ പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയുടെയും ജോസ് പ്രകാശിൻ്റെയും പറവൂർ ഭരതിൻ്റെയൊക്കെയാണ് പറയാറ്. ബാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ അതിൽ ഏറിയ പങ്കും എനിക്ക് തോന്നുന്നു ഈ ബലാത്സംഗ വേഷങ്ങളാണ് ചെയ്തത്, ക്രൂരമായ വേഷങ്ങളാണ് ചെയ്തത്. ബാലേട്ടനെ കാണുമ്പോൾ തന്നെ ആ കാലത്തൊക്കെ സിനിമ വീട്ടിലറിയാതെ കണ്ടു തുടങ്ങിയ കാലത്തൊക്കെ പേടിക്കുമായിരുന്നു ഞാൻ. അത്രയും, എന്നാൽ ശരീരമില്ലാത്ത ഒരാളുമാണ്, പക്ഷേ നമ്മളെ മുഖം കൊണ്ട് വല്ലാതെ പേടിപ്പിക്കുമായിരുന്നു. കൊയിലാണ്ടി ഇടക്കുളം കരുനാട്ട് വീട്ടിൽ കുട്ടിരാമൻ നായരുടെയും ദേവിക അമ്മയുടെയും 4 മക്കളിൽ ഒരാളായി 1933 ഏപ്രിൽ 4 ജനിച്ചു. 2000 ആഗസ്റ്റ് 26 വേണമെങ്കിൽ ഇന്ന് പറയാം. 2000 ആഗസ്റ്റ് 26 വിട പറഞ്ഞ ബാലകൃഷ്ണൻ നായരെ മലയാളി അറിയാൻ ഇടയില്ല. പക്ഷേ എന്നാൽ ബാലങ്കൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ച കമേഴ്ഷ്യൽ സിനിമകളിലെ വേഷങ്ങൾ കണ്ടിട്ടുള്ള, അദ്ദേഹം മരിക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർ പോലും ഒന്ന് ഞെട്ടും. ബാലകൃഷ്ണൻ നായരെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ ബാലങ്കൻ നായർ എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് 25 വർഷമായി ബാലങ്കൻ നായർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ബാലേട്ടൻ മരിച്ചിട്ട്. 25 വയസ്സിന് താഴെയുള്ളവർ, അദ്ദേഹം മരിച്ചപ്പോൾ ജനിക്കാത്തവർ പോലും പിന്നീട് കണ്ട സിനിമകളിൽ നിന്ന്, അങ്ങാടി പോലുള്ള, തുഷാരം പോലുള്ള, സ്ഫോടനം പോലുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള വേഷങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒന്ന് ഞെട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. മാന്യനും പാവത്താനുമായ മനുഷ്യനായിരുന്നു ബാലേട്ടൻ. ഞാൻ പുറപ്പാടിലും ജീവിത ഒരു രാഗത്തിലുമൊക്കെ ബാലേട്ടനോടൊപ്പം പ്രവർത്തിച്ചിരുന്നപ്പോൾ ഈ പച്ചയായ മനുഷ്യൻ എനിക്ക് അത്ഭുതം പകർന്നു തന്ന മനുഷ്യനായിരുന്നു. സത്യത്തിൽ ഒരു ഭാരവുമില്ലാത്ത സാധാരണക്കാരനായ മനുഷ്യനാണ്. പുറപ്പാടിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ബാലേട്ടൻ ഇരുന്നാൽ അതൊരു വലിയ നടൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിയ, പലരും അദ്ദേഹത്തെ ഭാരത് ബാലങ്കൻ നായർ എന്നൊക്കെ പറയും. ഭാരതല്ല, അത് ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് വാങ്ങിച്ച ഭരത് ഗോപിയോടെ തീർന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിയ ഒരു മനുഷ്യനാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കിടയിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുകയേയില്ല. അത്രയ്ക്ക് സിമ്പിളായ മനുഷ്യനായിരുന്നു ബാലേട്ടൻ. അദ്ദേഹം ജനിച്ചു വീണ കോഴിക്കോട്ടോ, വിവാഹിതനായ ശേഷം മരണം വരെ ജീവിച്ച ഷൊർണൂരോ, മരിച്ചിട്ട് 25 വർഷം തികഞ്ഞിട്ടും ഒരു സ്മാരകമോ സാംസ്കാരിക നിലയമോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ നാടൻ വഴിക്ക് ബാലങ്കൻ നായരുടെ പേര് നൽകിയോ പോലും ദേശീയ പുരസ്കാരം 3ാമത് കേരളത്തിന് സമ്മാനിച്ച ആ കലാകാരനെ മാറി മാറി വന്ന ഒരു ഭരണവും ഓർത്തില്ല എന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് ഞാൻ പറയും. ഇവിടെ ഓരോരുത്തരെ തിരുവനന്തപുരത്തുകാരുടെ അല്ലാത്ത എത്ര പേരുടെ പേരാ തിരുവനന്തപുരത്ത് ഓരോ മുടുക്കിലും എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്തിനാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ? പക്ഷേ അങ്ങനെ പലരും പ്രൊമോട്ട് ചെയ്തപ്പോൾ പോലും ബാലങ്കൻ നായർ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ബാലങ്കൻ നായർ ജീവിച്ച കോഴിക്കോട്ടായാലും ശരി, പാലക്കാട്ടായാലും ശരി, ഷൊർണൂരായാലും ശരി, ഒരിടത്തും ബാലേട്ടനെ മാറി മാറി വന്ന ഒരു സർക്കാരും ഓർത്തില്ല, ഒരു കലാകാരന്മാരും ഓർത്തില്ല, ഒരു കലാസംഘടനകളും ഓർത്തില്ല എന്നുള്ളത് കഷ്ടമാണ് എന്ന് ഞാൻ പറയും. ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ പിൻബലം ബാലങ്കൻ നായർക്ക് ഉണ്ടായിരുന്നില്ല. ചലച്ചിത്ര അക്കാദമി പോലും ബാലങ്കൻ നായർ അനശ്വരമാക്കിയ സിനിമകളുടെ ഒരു എന്താ പറയുക, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇങ്ങനെ പ്രശസ്തരായ ആളുകളുടെ സിനിമകൾ 5, 6, 7 സിനിമകൾ വെച്ച് പ്രോഗ്രാം ചെയ്യുമല്ലോ, അതൊന്നും എന്താ പറയുക നടത്താൻ പോലും ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ, 30 വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിനിടയിൽ ഫിലിം ഫെസ്റ്റിവലുകാർക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ ഓർത്തില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഒരു പുസ്തകമോ അദ്ദേഹത്തിൻ്റെ കഥാതഥമായ അഭിനയത്തെക്കുറിച്ചുള്ള ഒരു നല്ല ലേഖനമോ ഒരു സിനിമാ പണ്ഡിതന്മാരും എഴുതിയിട്ടില്ല എന്നുള്ളതും അതിശയമാണ്. അവർക്കൊക്കെ ബാലങ്കൻ നായർ ബലാത്സംഗം നടത്തുന്ന, നിൻ്റെ നഗ്നത ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുന്ന, മകളെപ്പോലും കൂട്ടിക്കൊടുത്ത് മദ്യപിക്കുന്ന ബാപ്പയായോ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ ആറാട്ട്, സംഘർഷം, അങ്ങാടി പോലുള്ള സിനിമകൾക്കപ്പുറം ഈ നടൻ അനശ്വരമാക്കിയ ഓപ്പോളും ലോറിയും ചാട്ടയും കലികയും വടക്കൻ വീരഗാഥയും അതിഥിയും അഗ്നിയും അസ്ത്രവും ആൾക്കൂട്ടത്തിൽ തനിയെയും
ഒന്നും വിലയിരുത്താൻ എന്താ പറയുക ഇവിടുത്തെ സിനിമാ പണ്ഡിതന്മാർ ഓർത്തില്ല എന്നുള്ളതാണ്. സത്യനോടൊപ്പം, സത്യമാഷിനോടൊപ്പം കുട്ടിയിടത്തിയിലും അതിഥിയിൽ PJ ആൻ്റണിയോടൊപ്പവും ഉജ്ജ്വല പ്രകടനം നടത്തിയ അഭിനേതാവായിരുന്നു ബാലങ്കൻ നായർ. തൻ്റെ വർക്ക്ഷോപ്പിൽ ഗ്രീസും ഓയിലും അഴുക്കും പൊടിയും ഒക്കെ ദേഹമാസകലം മുഖത്തും ഒക്കെ പുരണ്ട് അദ്ദേഹം പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഏഞ്ചൽ ഫിലിംസ് എന്ന് പറഞ്ഞ വിതരണ കമ്പനിയുടെ ഉടമസ്ഥനും നിർമ്മാതാവുമൊക്കെയായ MD ജോർജ് ബാലങ്കൻ നായരെ കാണാനായി ഷൊർണൂരിൽ ചെന്നത്. ഷൊർണൂരിലാണോ കോഴിക്കോട്ടോ? ഷൊർണൂർ ചെന്നത്. അദ്ദേഹം നിർമ്മിക്കുന്ന പുതിയ സിനിമ MB വാസുദേവൻ നായർ സാറാണ് എഴുതുന്നത്, KS സേതുമാധവൻ സാറാണ് സംവിധാനം ചെയ്യുന്നത്. MTയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ അക്കാലത്ത് ചെയ്തു പോകുന്നത് സുകുമാരൻ എന്ന താരമായിരുന്നു. ചെയ്യാൻ പോകുന്ന സിനിമയിൽ സുകുമാരൻ തന്നെ നായകനായാൽ വിപണന സാധ്യത ഉറപ്പാണ് എന്ന് വിതരണക്കാരൻ കൂടിയായ MD ജോർജിന് ആഗ്രഹമുണ്ട്. MT അത് അനുവദിച്ചാൽ സേതുമാധവനെ സമ്മതിപ്പിക്കാമെന്ന് MD ജോർജിന് ഉറപ്പുണ്ട്. പക്ഷേ MT സാർ മിണ്ടുന്നില്ല. വില്ലൻ ഇമേജ് എന്നല്ല, ദുഷ്ടതയുടെ പര്യായമായ ബാലങ്കൻ നായർ നായക വേഷം ചെയ്താൽ എന്താവുമെന്ന ആശങ്കയും MD ജോർജിനുണ്ടായിരുന്നു. MT എഴുതി A. വിൻസെൻ്റ് സംവിധാനം ചെയ്ത നിഴലാട്ടത്തിലെ ഒരു അപ്രസക്തമായ വേഷം ചെയ്തുകൊണ്ടാണ് ബാലങ്കൻ നായർ സിനിമയിൽ തുടക്കം കുറിച്ചത്. 1972 പുറത്തു വന്ന MTയുടെ രചനയിൽ PN മേനോൻ സംവിധാനം ചെയ്ത മാപ്പുസാക്ഷിയിൽ മധുസാറിനോടൊപ്പം നെല്ലിക്കാടും ഭാസ്കരനോടൊപ്പവും ബാലങ്കൻ നായരും പ്രധാനിയായി ഭംഗിയായി ആ വേഷം ചെയ്യുകയും ചെയ്തു. മാപ്പുസാക്ഷിയിൽ MT വൺലൈനിട്ടും ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു അമേരിക്കൻ യാത്രയ്ക്ക് പോയി MT മടങ്ങി വന്ന് സ്ക്രിപ്റ്റ് എഴുതാമെന്നാണ് ഏറ്റിരുന്നത്. പക്ഷേ അമേരിക്കയിൽ പോയി 2 മാസം കഴിഞ്ഞ് MT സാർ തിരിച്ചു വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി സിനിമയാക്കാം എന്ന് വിചാരിച്ചാൽ ഈ പ്രോജക്റ്റ് തന്നെ നഷ്ടമാകുമെന്ന് ഒരു ദശാസന്ധി PN മേനോന് മനസ്സിലായി. നിർമ്മാതാക്കൾ പറഞ്ഞു അങ്ങനെ നീളുകയാണെങ്കിൽ ഈ പടം നടക്കില്ല. അപ്പോൾ PN മേനോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഓൺലൈനിൽ നിന്നും തിരക്കഥ സ്വയം ഉണ്ടാക്കി. PN മേനോൻ ചെയ്ത സിനിമയായിരുന്നു കുട്ടിയിടത്തി വിലാസിനെ നിങ്ങൾക്കറിയാമല്ലോ, മനോഹരമായ സിനിമയാണ്. MD എഴുതാത്ത എന്നാൽ എഴുതിയ ഏക തിരക്കഥ അതിലും ബാലങ്കൻ നായർ ഭംഗിയായി ചെയ്തു. കുട്ടിയിടത്തിയിൽ MT എഴുതിയെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കുട്ടിയിടത്തി, എന്നാൽ MT എഴുതിയതുമാണ്. അത് ഇതുകൊണ്ടാണ്, കാരണം അദ്ദേഹം വൺലൈനും ഒരു ചർച്ചയും മാത്രമേ നടത്തിയിരുന്നുള്ളൂ. സംഭാഷണം മുഴുവൻ എഴുതിയത് PN മേനോനായിരുന്നു. എന്തായാലും MTയും സേതുമാധവനും തങ്ങളുടെ പുതിയ സിനിമയിൽ മാർക്കറ്റ് വാല്യൂ നോക്കാതെ ആ കഥാപാത്രമാകാൻ ബാലങ്കൻ നായർ മതിയെന്ന് ചടിച്ചു. മനസ്സോടെ ആ പടത്തിന് അഡ്വാൻസ് കൊടുക്കാനാണ് MD ജോർജ് വർക്ക്ഷോപ്പിലെത്തിയത്. ഓയിലും ഗ്രീസും ഒക്കെ തുടച്ചു മാറ്റി സന്തോഷത്തോടെ ബാലങ്കൻ നായർ അഡ്വാൻസ് തുക കൈപ്പറ്റി. ആ ചിത്രമാണ് അദ്ദേഹത്തിന് മികച്ച നടൻ്റെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ. ഒരു തമിഴത്തി പെൺകൊച്ചാണ് നായിക, ഇത്രേ പറഞ്ഞിരുന്നുള്ളൂ. ഒരു കൊച്ചു പെണ്ണാണ് തമിഴത്തി, മേനക എന്നാണ് പേര്. പട്ടാളത്തിൽ നിന്നും മടങ്ങി വന്ന് കൈവശമുള്ള മലമുകളിലെ മണ്ണിൽ പണിയെടുക്കുന്ന കരുത്തനായ ഗോവിന്ദൻ എന്ന റിട്ടയർഡ് പട്ടാളക്കാരൻ നിഷ്കളങ്കനായ മാളു എന്ന പെൺകുട്ടിയെ ഈ ഗോവിന്ദൻ കല്യാണം കഴിച്ചു. അച്ഛൻ്റെയും മകളുടെയും വ്യത്യാസമുണ്ട് പ്രായത്തിന്. അയാൾ കല്യാണം കഴിച്ചു. അവളെ ഓപ്പോളെ എന്ന് വാത്സല്യപൂർവ്വം വിളിക്കുന്ന ഒരു അപ്പു എന്ന് പറഞ്ഞൊരു ബാലനുണ്ട്, നല്ല കുട്ടിയാണ്. മാസ്റ്റർ അരവിന്ദ് ചെയ്തതാണ്. മാളുവും അപ്പുവുമായുള്ള ഹൃദയബന്ധം ആർക്കും വേർപിരിക്കാനാവാത്തതാണ്. ഓപ്പോളെ ഒരു മൊശടൻ വന്ന് വിവാഹം കഴിക്കുന്നതിലൊന്നും അപ്പുവിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓപ്പോളെ വിട്ടൊരു ജീവിതം അവനില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. തിരിച്ച് മാളുവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. എന്നെ വിവാഹം കഴിച്ചൊക്കെ അയച്ചോളൂ, പക്ഷേ അപ്പുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം എനിക്കില്ല എന്ന് മാളുവും വാശി പിടിച്ചിരുന്നു. ഓപ്പോളെ എന്ന് വിളിക്കുന്ന കുട്ടി തങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറുന്നതും അതിൽ ഗോവിന്ദൻകുട്ടിക്കുണ്ടാവുന്ന ഇഷ്യൂവും അല്ലെങ്കിൽ ഈർഷ്യയും, എന്ത് സംഭവിച്ചാലും അപ്പുവിനെ വിട്ടൊരു ജീവിതം തനിക്ക് വേണ്ട എന്ന് പറയുന്ന മാളവും കൂടി പ്രേക്ഷകരെ ശരിക്കും വലച്ചു എന്ന് ഓപ്പോൾ വീണ്ടും നിങ്ങളൊന്ന് ഇട്ട് കണ്ടു നോക്കൂ. ബാലങ്കൻ നായരുടെയും മേനകയുടെയും പ്രായത്തിലെ അന്തരം തന്നെ ഓപ്പോളിനെ മനോഹരമാക്കി മാറ്റി. മികച്ച നടൻ്റെ പുരസ്കാരം വീണ്ടും മലയാളത്തിൽ
ബാലങ്കൻ നായർക്ക് എത്തിക്കാനുമായി. ഒരു തെറ്റും ചെയ്യാത്ത റിട്ടയർഡ് പട്ടകളക്കാരൻ്റെ ധർമ്മസങ്കടം ഗോവിന്ദനിലൂടെ ബാലങ്കൻ നായർ ഭംഗിയാക്കി നാഷണൽ അവാർഡും നേടിപ്പോകുന്നു. ബാലേട്ടൻ ധാരാളം നിർദോഷമായ കള്ളം പറയും. സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള പലായനത്തിനിടയിൽ സമയക്രമം അദ്ദേഹം തെറ്റിക്കും. മനഃപൂർവ്വമല്ല, ഓരോരോ കള്ളങ്ങൾ അപ്പോൾ വെച്ച് കാച്ചു. ഇപ്പോൾ ജീവിതരാഗത്തിൻ്റെ സെറ്റിൽ ബാലേട്ടൻ വരാമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല. ആകെ കുളമാക്കി ഫൈറ്റൊക്കെ ഉള്ള കമ്പോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബാലേട്ടൻ വന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സന്ധ്യയ്ക്ക് മഞ്ഞിങ്ങനെ തുരുതുര, ആ കാലത്ത് ഭയങ്കര മഞ്ഞുള്ള കാല, മഞ്ഞിങ്ങനെ തുരുതുര വീണുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലാണ് ഷൂട്ട് ചെയ്യണം, വയനാട്. ബാലേട്ടൻ ഒരു കാറിൽ വന്ന് ഇറങ്ങി. ഒരു കർച്ചീഫ് മടക്കി ഉടുപ്പിൻ്റെ പുറകിൽ വച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന കരയുള്ള വലിയ വീതിയുള്ള കരയുള്ള ഒരു മുണ്ടും, അത് വെള്ളമുണ്ടല്ല, മറ്റേ വെള്ളം അല്ലാത്ത മുണ്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്, കോടിമുണ്ട്. അതുപോലെ ചുവപ്പും വെള്ളയും കരയുള്ള ഷർട്ടും. ബാലേട്ടൻ വന്നു. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. രാവിലെ വരാമെന്ന് പറഞ്ഞത് മനുഷ്യൻ വൈകുന്നേരമാണ് എത്തിയിരിക്കുന്നത്. ഷൂട്ടിംഗ് ആകെ ചളകുളമായി, എങ്കിലും എന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ വാസൻ ചേട്ടൻ, സംവിധായകൻ ഒരു പുതിയ ആളാണ്, UV രവീന്ദ്രനാഥ്. അവിടെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, വാസാ, നിൻ്റെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് വാസാ ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ബാലേട്ടൻ വാസേട്ടൻ നല്ല സരസനാണ്. എന്തു പറ്റി ബാലേട്ടാ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറിയ പ്രശ്നത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ എന്താ പറയുക, എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ എനിക്കറിയില്ല. ആ കാറ് തവിട് കൂടി ഏൽപ്പി കേട്ടോ. അപ്പോൾ വാസേട്ടൻ അറിയാം ബാലേട്ടൻ തള്ളുകയാണ്. എന്നിട്ട് ഞാനൊന്നും പഠിച്ചില്ല. ഡ്രൈവർക്ക് എന്ത് പറ്റി, അയാൾ ആശുപത്രി കൊണ്ടുപോയി ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ഞാൻ മുന്നിൽ വന്ന് ഒരു ലോറിയിലും കയറി. ബാലങ്കൻ നേരല്ലേ, കയറ്റാതിരിക്കാകില്ല, അങ്ങനെ കയറ്റി എന്നെ കൊണ്ടുവന്ന് വയനാട് ചുരത്തിൽ വിട്ടു. അവിടുന്ന് ഞാൻ വേറൊരു കാർ പിടിച്ചാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലേട്ടൻ താമസിച്ചതിനെ ബാലൻസ് ചെയ്തു. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബാലേട്ടൻ പുളുപടിക്കുകയാണെന്ന്. ഏതോ സെറ്റിൽ വിചാരിച്ച സമയത്ത് പുറപ്പെടാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. ഇങ്ങനെ നിർദോഷമായ ഒരുപാട് തമാശകൾ അല്ലെങ്കിൽ ഒരുപാട് തള്ളിമറിക്കലുകൾ, ഒരുപാട് പുളു ബാലേട്ടൻ അടിക്കുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിലറിയാതെ, അക്കാലത്ത് ഞാൻ ജയൻ എന്ന് പറഞ്ഞാൽ ജയേട്ടൻ്റെ വലിയ ആരാധകനാണ്. ആ സമയത്താണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ തിയേറ്ററിൽ അങ്ങാടി വന്നത്. എങ്ങനെയോ ഒക്കെ ഇടിച്ച് കയറി രണ്ടാമത്തെ മൂന്നാമത്തെ തവണ ക്യൂവിലൊക്കെ നിന്ന് ടിക്കറ്റ് ഒപ്പിച്ച് അകത്ത് കയറി. അപ്പോൾ അങ്ങാടി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. KPSC സണ്ണിയും രവികുമാറും നന്ദിത ബോസും ഒക്കെ അങ്ങാടിയിൽ ചെയ്ത വേഷങ്ങൾ നെഗറ്റീവായിരുന്നു. പക്ഷേ ബാലങ്കൻ നായർ ചെയ്ത ബീരാൻ ഒരുപാട് കാലം എന്താ പറയുക, ഈ മനുഷ്യനോട് എനിക്ക് ദേഷ്യവും പുച്ഛവും സൂക്ഷിക്കാൻ തോന്നുന്നതായിരുന്നു. ബീരാൻ്റെ ബീവിയുടെ മകളായ അബുവിൻ്റെ സഹോദരിയാണ്. ബീരാൻ്റെ ബീവിയുടെ മകനാണ് അബു. കുതിരവട്ടം പപ്പു ചെയ്ത വേഷമാണ്. അവൻ്റെ സഹോദരിയാണ് ഐഷയുടെ വാപ്പ ബാലങ്കൻ നായരാണ്. ഇയാളുടെ വാപ്പ അഭിനയിച്ചത് ബാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹമാണ് പപ്പുവിൻ്റെ വാപ്പ, ഒരു പോലീസുകാരൻ. ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊടുത്ത് കല്യാണത്തിന്, അവളുടെ കാമുകനെന്ന് പറഞ്ഞാൽ ജോസാണ്. കന്നിപ്പളുങ്കെ പൊന്നുങ്കിനാവി എന്നുള്ള പാട്ടൊക്കെ ഉള്ള പാവാട വേണം മേലാട വേണം ഇതെല്ലാം അനിയത്തിയുടെ മുമ്പ് പാടുന്നതാണ്. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്ത് നശിപ്പിച്ചതറിഞ്ഞിട്ട് ബീരാനെ കുത്തി വീഴ്ത്തുമ്പോൾ, അബു കുത്തി വീഴ്ത്തുമ്പോൾ, കുതിരയുടെ പപ്പുവിൻ്റെ മനോഹരമായ വേഷമാണ്, ഞാനടക്കം തിയേറ്ററിൽ കൈയടിക്കുകയായിരുന്നു. അത്രയ്ക്ക് ബീരാനോട് അമർഷം തോന്നിപ്പിച്ചു ബാലേട്ടൻ. കുതിരവട്ടം പപ്പുവിൻ്റെ മനോഹരമായ സിനിമകൾ മാറ്റി നിർത്തിയാൽ അതിലൊന്ന് അങ്ങാടിയായിരിക്കും. MG വാസുദേവൻ നായർ സാറിൻ്റെ സ്വർഗവാതിൽ തുറക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. ഈ കഥ 1984 IV ശശി ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ മരണം കാത്തു കിടക്കുന്ന, അതിലെ പ്രധാന കഥാപാത്രമായ മരണം കാത്തു കിടക്കുന്ന മാധവനായത് ബാലങ്കൻ നായരായിരുന്നു. മുത്തച്ഛ എപ്പോൾ ചാകും എന്ന് ചോദിക്കുന്ന പേരക്കുട്ടിയെ നോക്കി നിസ്സംഗനായി കിടക്കുന്ന മാധവനായത് ഓപ്പോളിലെ ഗോവിന്ദനോ അങ്ങാടിയിലെ ബീരാനോ അവതരിപ്പിച്ച അഭിനേതാവായി നമുക്ക് തോന്നുകയേയില്ല.
നമുക്ക് ഭയങ്കര സങ്കടം തോന്നും ആ ക്യാരക്ടർ, മരണം കാത്ത് കിടക്കുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന് കാവലിരിക്കുന്ന കുതിരയുടെ പപ്പുൻ്റെ ക്യാരക്ടർ. ഒരു ക്രിമിനൽ കുറ്റവാളി വിലങ്ങോടെ രക്ഷപ്പെട്ട് ഒരു വീട്ടിൽ കയറി, മകളാകാൻ പോലും പ്രായമില്ലാത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് റാണി പത്മിനിയാണ് ആ വേഷം ചെയ്തത്. ബലം കഴിക്കാൻ സഹായം ചോദിച്ച് പിന്നെ അവളുടെ നഗ്നത ഒന്ന് കണ്ടാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സംഘർഷത്തിലെ വിക്രമൻ എന്ന കൊടും കുറ്റവാളിയായതും ബാലേട്ടനായിരുന്നു. മേജറായിരുന്നിട്ടും പട്ടാളത്തിൽ ശ്രീലമ്പടനായ രാജശേഖര മേനോൻ എന്ന തുഷാരത്തിലെ വില്ലൻ, അതിലും റാണി പത്മിനിയാണ് ബാലങ്കി നായർ കൊല്ലുന്നത്. ഇതൊക്കെ ചെയ്ത ആളാണ് കറയറ്റ കമ്മ്യൂണിസ്റ്റായ ഈ നാട് എന്ന് പറഞ്ഞ സിനിമയിൽ IVCCയുടെ ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ളയും വടക്കൻ വീരഗാഥയിലെ കണ്ണപ്പൻ ചേകവരും കലികയിലെ ജമാലും ആയതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അജഗജാന്തര വ്യത്യാസമുണ്ട് ഈ ഓരോ വേഷങ്ങൾക്കും നമ്മൾ ചിന്തിച്ചാൽ. 8ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമേ ബാലങ്കി നായർക്കുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം നമ്മളെ ജോയ് മാത്യുവറ്റെ കാണുകയാണെങ്കിൽ പറയും, അയാൾ 8ാം ക്ലാസ് വരെയല്ലേ പഠിച്ചുള്ളൂ എന്ന് കേൾക്കും. 14ാമത്തെ വയസ്സിൽ നാടകരചന തുടങ്ങി. ഒപ്പം കാർ വർക്ക്ഷോപ്പ് തൊഴിലാളിയുമായി. ലെയ്ത്തിലെ ഇരുമ്പ് പണിയുണ്ടല്ലോ ലെയ്ത്തിൽ, ആ പണിയും പഠിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സ്വന്തമായി വർക്ക്ഷോപ്പ് ഇട്ടു. പകൽ വർക്ക്ഷോപ്പിലെ പണികളും രാത്രി നാടക ക്യാമ്പിലെ അഭിനയവും പഠിക്കലും തട്ടിൽ കയറലും സംവിധാനവും ഒക്കെ ആയിരുന്നു. 15-ലധികം നാടകങ്ങൾ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തു. കോഴിക്കോട് സംഗമം, കല, ദേശപോഷണി തുടങ്ങി നിരവധി നാടക സമിതികളിൽ ബാലേട്ടൻ അഭിനയിച്ചു. സ്വന്തമായി സുഭാഷ് തിയേറ്റർ എന്ന പേരിൽ ഒരു ട്രൂപ്പ് ആരംഭിച്ചു. ഇവിടെയാണ് ബാലകൃഷ്ണൻ നായർ എന്ന മനുഷ്യൻ ബാലൻ കെ നായരായി മാറുന്നത്. സൃഷ്ടി, എഡിപ്പസ്, ഒഥല്ലോ, അരയൻ, അനാര്യൻ, ഉടഞ്ഞ വിഗ്രഹങ്ങൾ തുടങ്ങിയ പ്രശസ്തമായ നാടകങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. ഉടഞ്ഞ വിഗ്രഹങ്ങൾ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കാരണം ഉടഞ്ഞ വിഗ്രഹങ്ങളുടെ ക്ലൈമാക്സ് ഇങ്ങനെ വേണ്ട എന്ന് അത് എഴുതിയ T. ദാമോദരൻ മാഷിനോട് നാടകം വായിച്ച MT പറഞ്ഞു, അത് വേണ്ട ദാമോദര, അമ്പലത്തിലൊക്കെ പ്രശ്നമാവും. നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ദേവിയുടെ മുഖത്ത് വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ നാടകത്തിൽ നന്നാവില്ല, ഉത്സവപ്പറമ്പിൽ നിന്ന് അടി വാങ്ങിക്കാം എന്നേ ഉള്ളൂ, അതില്ലെങ്കിൽ നാടകം മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരുത്തുകയും ദാമോദരൻ മാഷ തിരുത്തി. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പറയുന്നു ആ ക്ലൈമാക്സ് നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സായി മാറി. അതിലും ബാലങ്കി നായരാണ് അഭിനയിച്ച പ്രധാന വേഷങ്ങളിലൊന്ന്. ഹിന്ദി നടൻ ദേവാനന്ദിന് ഫൈറ്റിലെ ഡൂപ്പായാണ് ആദ്യമായിട്ട് ബാലേട്ടൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. നാടക നടൻ എന്ന സ്നേഹബന്ധത്തിൽ MT A. വിൻസെൻറ്റിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് നിഴലാട്ടത്തിൽ ഒരു വേഷം കിട്ടിയത്. ചെറിയ വേഷമായിരുന്നു. ബാലേട്ടൻ്റെ ഫൈറ്റ് ഭയങ്കര രസമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുറപ്പാടിലും ജീവിതരാഗത്തിലും ഒക്കെ ബാലേട്ടൻ ഫൈറ്റ് ചെയ്തത്. ഫൈറ്റ് മാസ്റ്റർ ഇപ്പോൾ ത്യാഗരാജൻ മാഷാണെന്ന് വെച്ചോളൂ. അദ്ദേഹം വന്ന് എടുക്കാൻ പോകുന്ന ഷോട്ട് എങ്ങനെയാണെന്ന് വിവരിച്ച് തുടങ്ങിയാൽ മതി. നമ്മൾ ബാലേട്ടൻ്റെ കയ്യിലോട്ടൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പുരിയത്തിലൊക്കെ നോക്കിയാൽ മതി. ഈ രോമകൂപങ്ങൾ ഇങ്ങനെ എഴിച്ചു വരും, രോമം എണീറ്റ് നിൽക്കും. ഒരു അതിശയോക്തിയില്ലാതെ ഞാൻ പറയുകയാണ്. ബാലേട്ടൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നിടത്ത് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞാൽ പിന്നെ യാതൊരു തത്വദീക്ഷയില്ല. പരിചയസമ്പന്നരായ എതിർവശത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു അടി കിട്ടാതെ ഒഴിയും. പക്ഷേ പുതിയതായി വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അടി കൊണ്ട് പോളിഷാവും എന്നുള്ളതാണ്. കട്ട് പറഞ്ഞാൽ പോലും ബാലേട്ടൻ അടി നിർത്തില്ല എന്നുള്ളതാണ്. ഫൈറ്റിന് അദ്ദേഹം ഒരിക്കലും ഡ്യൂപ്പിടാൻ സമ്മതിക്കില്ല. അങ്ങനെ ഡ്യൂപ്പിടാൻ സമ്മതിക്കാതെയായി ഒടുവിൽ ഫൈറ്റേഴ്സ് യൂണിയനുമായി വഴക്കും ഭീഷണിയൊക്കെ ആയി. തന്നെ കൊന്നുകളയുന്നവരെ ഫൈറ്റേഴ്സ് യൂണിയൻ പറഞ്ഞു ബാലേട്ടനോട്. കാരണം ഒരു സിനിമ സെറ്റിൽ ചെന്ന് എല്ലാ സിനിമയിലും ബാലേട്ടനുണ്ട്. പക്ഷേ ബാലേട്ടൻ ഫൈറ്റിന് ഡ്യൂപ്പിടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരാളുടെ ജോലി പോവുകയാണേ. ബാലേട്ടൻ പറയാതെ വേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. ബാലേട്ടൻ്റെ തല്ലു കൊള്ളാത്ത നടന്മാർ ചുരുക്കമായിരുന്നു അക്കാലത്ത് മലയാള സിനിമയിൽ. പുതിയ ആളാണ് എതിർവശത്ത് നിൽക്കുന്നതെങ്കിൽ തല്ലുകൊണ്ടൊരു പരുവമാവും എന്നുള്ളത് 100% സത്യമായ. ഇപ്പോൾ ജീവിതരാഗത്തിൽ ത്യാഗരാജനുമായിട്ടുള്ളൊരു ഫൈറ്റിൽ ഈ വേലിപ്പത്തൽ വലിച്ചൂരി അടിക്കുന്ന ഒരു സീനുണ്ട്. ത്യാഗരാജന് കുറേ അടി കിട്ടി. ബാലേട്ടൻ അതിലൊന്നും യാതൊരു മര്യാദയില്ല. സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ബാലേട്ടൻ്റെ ഈ അസുഖമുണ്ടായതും ഈ അഭിനയത്തോടുള്ള അമിതമായ ആവേശമാണ് എന്നെനിക്ക് തോന്നുന്നു. PN മേനോൻ്റെ പ്രിയപ്പെട്ട നടനായിരുന്നു ബാലങ്കി നായർ. മാപ്പസാക്ഷി, പണിമുടക്ക്, ചെമ്പരത്തി, ഗായത്രി, ദർശനം, ചായം,
എന്താ പറയുക മുതലായ സിനിമകൾ, അതിലെല്ലാം അസ്ത്രം വരെ ഒരുപാട് സിനിമകൾ PN മേനോനിൽ ചെയ്തു. മാപ്പുസാക്ഷിയിലെ പരുക്കനായ ലോറി ഡ്രൈവർ ശ്രദ്ധേയമായ വേഷവുമായിരുന്നു. മേനോൻ സാറിൻ്റെ അസ്ത്രത്തിൽ ബാലങ്കൻ നായർ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ ചെയ്തപ്പോൾ മകൻ മേഘനാഥൻ തുടക്കം കുറിച്ച ആദ്യത്തെ സിനിമ കൂടിയായി അസ്ത്രം. അച്ഛനും മകനും അഭിനയിച്ച സിനിമയാണ് അസ്ത്രം. 300ഓളം സിനിമകളിൽ ബാലേട്ടൻ അഭിനയിച്ചു. MGയുടെ കടവാണ് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയെന്നും KG രാജശേഖരൻ്റെ വെല്ലുവിളി രാജശേഖരൻ്റെ സിംഹത്തുനിയാണ് അവസാന ചിത്രമെന്നും രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നുണ്ട്. നമ്മുടെ സംവിധായകൻ കമൽ തിരക്കഥ എഴുതി അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പടിയൻ സംവിധാനം ചെയ്ത ത്രാസം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അധികം പേര് കണ്ടിരിക്കാൻ ഇടയില്ല. ഒരു ആർട്ട് ഫിലിമാണ്. ആ സിനിമയിൽ ശ്മശാനം സൂക്ഷിക്കുന്ന കഥാപാത്രമായിരുന്നു ബാലേട്ടന്. അതുപോലെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മൃണാൾ സെൻ ബാലങ്കൻ നായരെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ കുറേ മുന്നോട്ട് പോയെങ്കിലും നടന്നില്ല, അതിൻ്റെ ഭാഗ്യം കിട്ടിയില്ല. മാനി മുഹമ്മദിൻ്റെ കാട്ടുതീ എന്ന നാടകമെടുത്ത് ആല എന്ന പേരിൽ സിനിമയാക്കാൻ ഭരതൻ മുന്നോട്ട് പോയതാണ്. കുറേ വർക്കൊക്കെ ചെയ്തു. ആല, ലോറി എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പെടുത്ത സിനിമ, ബാലങ്കൻ നായർ പ്രധാന വേഷങ്ങളിലൊന്ന് ചെയ്ത ലോറി, അച്ഛൻ കുഞ്ഞ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ. ആ സിനിമ വിചാരിച്ച പോലെ വിജയമായില്ല. ആ പരാജയം ആല എന്ന പ്രോജക്റ്റ് നടക്കാനാവാത്ത അവസ്ഥയിലെത്തിച്ചു. ഇതോടെ എന്തോ പറഞ്ഞ് ഭരതനുമായി ബാലങ്കൻ നായർ അകന്നു. എന്നിട്ടും ഭരതൻ രോഗഗ്രസ്തനാണ് എന്നൊക്കെ അദ്ദേഹം അറിയുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം അനാരോഗ്യവാനായി. ഭരതൻ മരിച്ച് നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവസാനമായി കാണാൻ തൻ്റെ അവശതയൊക്കെ മറന്ന് ബാലേട്ടൻ വീട്ടിൽ ചെന്നു. ബാലേട്ടൻ അതുപോലെ തന്നെ ഭരതൻ്റെ അനുസ്മരണ യോഗത്തിൽ 12 മിനിറ്റ് ബാലേട്ടൻ സംസാരിച്ചു. അതിൽ 9 മിനിറ്റും ഭരത എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ആലയുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ മാനസികമായി അകർന്ന വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്. അത്രയും പാവം മനുഷ്യനായിരുന്നു ബാലേട്ടൻ. ലോറി ചിത്രീകരിക്കുമ്പോൾ ജീവിത രാഗത്തിലെ കാര്യം പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ അടിപിടി സീൻ എടുക്കുകയാണ്. നാടൻ തല്ലാണല്ലോ ആ പടത്തിലുള്ള. അച്ഛൻ കുഞ്ഞ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ്. അപ്പോൾ കോട്ടയം എന്താ പറയുക ബോട്ട് ജെട്ടിയിലൊക്കെ ചുമടെടുപ്പൊക്കെ നടത്തിയിരുന്ന ആളാണല്ലോ അച്ഛൻ കുഞ്ഞ്. ബാലേട്ടൻ വച്ച് കാച്ചി പൊതിര തല്ലി എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു പരുവമായ അച്ഛൻ കുഞ്ഞ് സംവിധായകൻ ഭരതനോട് പരാതി പറഞ്ഞു. അപ്പോൾ ഭരതൻ പറഞ്ഞ മറുപടി, ലോഡെടുത്ത് തൻ്റെ കൈക്കും നല്ല തഴമ്പുണ്ടല്ലോ, കൊടുക്ക് എന്നായിരുന്നു. അതായത് ബാലേട്ടനും കൊടു 4. ലോറി ഇനി ഒന്നുകൂടി നിങ്ങൾ യൂട്യൂബിൽ കണ്ടു നോക്കിയാൽ കഥാപാത്രമായല്ല ബാലേട്ടനും അച്ഛൻ കുഞ്ഞും ക്യാമറയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നല്ല ഉശ്വരൻ അടി വാങ്ങി ഇരുവരും. ബാലേട്ടന് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നും ഊർജ്ജസ്വലനായിരുന്നു ബാലേട്ടൻ. കോളക്കം ചിത്രീകരണത്തിനിടയിൽ, അതിൻ്റെ ഇടയിലാണല്ലോ ജയേട്ടൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് തലയടിച്ച് മരിക്കുന്നത്. അപ്പോൾ കൂടെ അഭിനയിച്ചത് ബാലങ്കൻ നായരായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. ജയൻ്റെ മരണം ബാലേട്ടനെ നന്നായി വേദനിപ്പിച്ചു. മനഃപൂർവ്വം തൂങ്ങിക്കിടന്ന ജയൻ്റെ കൈകളിൽ ഷൂസ് ഇട്ട് ബാലങ്കൻ നായർ ചവിട്ടി താഴ്ത്തിയതാണെന്ന് അക്കാലത്ത് പലരും പറഞ്ഞു. ഇതൊരു ദ്രോഹമെന്ന് അലച്ചു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തൊരു മനുഷ്യനാണ്. ഇയാൾ കയ്യിലിട്ട് ചവിട്ടി കൊടുത്തു, ഷൂസ് ഇട്ട്. അങ്ങനെയാണ് ബാലൻസ് തെറ്റി ജയം വീണത് എന്ന് പല കഥകളും ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ ഒരു കഥയായി അക്കാലത്ത് പരന്നു. 1970 മുതൽ 1992 വരെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു ബാലേട്ടൻ. ലെനിൻ രാജേന്ദ്രൻ്റെ മീനമാസത്തിലെ സൂര്യൻ, ജി അരവിന്ദൻ്റെ ആദ്യത്തെ സിനിമയായ ഉത്തരായണം, PA ബക്കറിൻ്റെ ചുവന്ന വിത്തുകൾ, ലെനിൻ്റെ പുരാവൃത്തം, IV ശശിയുടെ വാർത്ത, ചിന്തരവിയുടെ ഒരേ തൂവൽ പക്ഷികൾ, സത്യനന്ദിക്കാരൻ്റെ TP ബാലഗോപാലൻ MA, IV ശശിയുടെ തന്നെ അഹിംസ, അഗ്നി, വളർത്തുമൃഗങ്ങൾ, സമസ്യ, മൂർഖൻ, 1921 തുടങ്ങി ഒരു പിടി നല്ല സിനിമകളിൽ ബാലങ്കൻ നായർ നല്ല വേഷങ്ങൾ നന്നായി ചെയ്തു. വില്ലൻ ഇമേജിൽ നിന്ന് നല്ല നടനായി. ചുരുക്കം പേർക്കേ അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ. വില്ലൻ്റെ ഒരു ഇമേജിൽ നിന്നിട്ട് നല്ല നടനാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മോഹൻലാൽ അങ്ങനെ ആയ ആളാണ്. ആരോ എൻ്റെ പിന്നാലെ എന്നെ ആക്രമിക്കാനുണ്ട് എന്ന ഒരു പ്രത്യേക മാനസിക ഭാവത്തിൽ
അവസാന കാലത്ത് അദ്ദേഹം കുറേ കാലം ജീവിച്ചത് അങ്ങനെയാണ്. ഒരു ആരോ എന്നെ പിന്തുടരുന്നുണ്ട്, എന്നെ ആക്രമിക്കാൻ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ നമുക്ക് ഉറക്കം വരില്ല, ജീവിക്കാൻ തോന്നില്ല. കാരണം ഒരു നിഴൽ പോലെ മരണമെന്നോ അല്ലെങ്കിൽ ഒരു അക്രമകാരിയോ നമ്മുടെ പിന്നാലെ ഉണ്ട്, ഒരു നിഴലായിട്ടുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആ സ്വസ്ഥത ഇല്ലാതെ പോയ മനുഷ്യനായിരുന്നു ബാലേട്ടൻ. ഒരിക്കൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് പൂജപ്പുര പത്മരാജ സാറിൻ്റെ വീട്ടിലേക്ക് തിരിയുന്നിടത്തുള്ള ബസ് സ്റ്റാൻഡിൽ ആട്ടോ കാത്ത് ബാലേട്ടനും ഭാര്യയും കൂടെ നിൽക്കുന്നു. ബാലേട്ടൻ ഒരു പുതിയ വെള്ളത്തോർത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അകാല വാർദ്ധക്യം ബാധിച്ചതുകൊണ്ട് ഈ നിൽക്കുന്ന ആൾ ഇന്ത്യയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ബാലഗംഗാധരാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഒരു രാവിലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ആട്ടോ കാത്ത്. കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പരിചയപ്പെടുത്തി, ചേട്ടാ ഞാൻ ജീവിതരാഗത്തിലുണ്ടായിരുന്നു, പുറപ്പാടിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ അറിയാമെന്നോ ഓർമ്മയുണ്ടെന്നോ അറിയില്ലെന്നോ ഒന്നും പറയാതെ ആ പല്ലില്ലാത്ത മോണ കാട്ടി ബാലേട്ടൻ ചിരിച്ചു. ഭാര്യ അത് നോക്കി നിന്നു. തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും ബാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ബാലേട്ടൻ്റെ ഭാര്യയുടെ പേര് ശാരദ. 5 മക്കൾ, 3 ആണും 2 പെണ്ണും. ആൺമക്കളിൽ നടൻ മേഘനാഥനും അജയകുമാറും മരിച്ചു. അനിൽകുമാർ, സ്വർണ്ണലത, സുജാത എന്നിവർ ഇപ്പോൾ നാട്ടിലുണ്ട്. ഈ കഥ പറയുന്നതിൽ പറയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ബാലേട്ടൻ്റെ ഒരു അബദ്ധമെന്നോ ബാലേട്ടന് പറ്റിയ ഒരു അക്കടിയെന്നോ പറയാവുന്ന ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്പം ഒരു ശ്ലീല കുറവുള്ള ഒരു കഥയാണ്. നല്ല അർത്ഥത്തിലേ ഇത് കാണുന്നവർ എടുക്കാവൂ എന്ന് ഞാൻ പറയുന്നു. ബാലേട്ടൻ്റെ ഒരു കുസൃതി എന്ന് വിചാരിച്ചാൽ മതി. ബാലേട്ടൻ ഞാൻ പറഞ്ഞല്ലോ സദാസമയം അമേരിക്കയിൽ പോയപ്പോൾ പോലും മുണ്ടെടുത്ത് നടന്ന മനുഷ്യനാണ്. അപ്പോൾ ബാലേട്ടൻ ഒരു ലൊക്കേഷനിൽ വന്ന് ഇരിക്കുകയാണെന്ന് വെച്ചോളൂ, അത് ഇരിക്കാൻ കസേര വേണം എന്നൊന്നും വാശിയൊന്നുമില്ല. എവിടെ ഇരിക്കും, പാറയുടെ പുറത്തിരിക്കും, കല്ലിൻ്റെ പുറത്തിരിക്കും, തിട്ടയുടെ പുറത്തിരിക്കും, എവിടെ വേണമെങ്കിലും ബാലേട്ടൻ ഇരിക്കും. ബാലേട്ടൻ അതൊന്നും ഒരു ഭാരമേ ആയിരുന്നില്ല. അപ്പോൾ ഈ ബാലേട്ടൻ ഇരിക്കുന്നിടത്തെ ബാലേട്ടൻ്റെ അടുത്ത് മുണ്ടുടുത്ത് അല്ലെങ്കിൽ ലുങ്കി ഉടുത്ത് വന്ന് നിൽക്കുന്നവർ സൂക്ഷിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സൂക്ഷിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒന്നാമത് സെറ്റിൽ ഞാൻ സംവിധായകനായ ശേഷം മുണ്ടെടുക്കുമായിരുന്നു. പക്ഷേ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു എപ്പോഴും പാൻറ്റിട്ടേ നടക്കാറുള്ളൂ. കാരണം ക്ലാപ്പൊക്കെ പിടിക്കാനുള്ള സ്ക്രിപ്റ്റ് ബോക്സ് ചുമക്കാനൊക്കെ ഉള്ളതുകൊണ്ട് മുണ്ട് കംഫർട്ടല്ല. അപ്പം ബാലേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് വന്ന് നിൽക്കുന്നവരുടെയൊക്കെ പുള്ളി തമാശയൊക്കെ പറഞ്ഞ് പൊട്ടി ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. ഈ അടുത്ത് നിൽക്കുന്നവരുടെയൊക്കെ ശ്രദ്ധ ബാലേട്ടനിലേക്കോ അല്ലെങ്കിൽ ബാലേട്ടൻ്റെ അടുത്തിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകരായ നടീനടന്മാർ സംസാരിക്കുന്ന തമാശയിലേക്ക് പോവുകയാണെങ്കിൽ ബാലേട്ടൻ പതിയെ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ മുണ്ടിനിടയിലൂടെ കൈയിട്ടിട്ട് ഒരു പിടി പിടിക്കും. ദൈവത്തിനെ കണ്ടുപോകും. കാരണം പിടിയെന്ന് പറഞ്ഞാൽ ഒരു 1-1.5 പിടിയാണ് പുള്ളി പിടിക്കുന്നത്. പിടിക്കും എന്ന് മാത്രമല്ല, ആ സെറ്റ് മുഴുവൻ അറിയുന്ന രീതിയിൽ പൊട്ടി ചിരിക്കും. ഹാ 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 എന്ന് പറഞ്ഞിരിക്കും ബാലേട്ടൻ. പിടിവിടില്ല. അപ്പോൾ സെറ്റിലുള്ള മുഴുവൻ പേരും, എല്ലാവർക്കും അറിയാം ഈ കാര്യം. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് നോക്കും. അപ്പോൾ ഈ പിടി വീണ ആൾ ചമ്മി നിൽക്കും. അത് ചിലപ്പോൾ സിനിമാക്കാരനായിരിക്കാം, ചിലപ്പോൾ ഷൂട്ടിങ് കാണാൻ വന്നവരായിരിക്കാം. അതൊന്നും ബാലേട്ടൻ്റെ ഒരു പ്രശ്നമല്ല. ആരായാലും ശരി, മുണ്ടെടുത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ബാലേട്ടൻ ഇങ്ങനെ ഏർപ്പിടിക്കും. അങ്ങനെ ഒരു സെറ്റിൽ ഇതുപോലെ ബാലേട്ടൻ തക്കം പാർത്തിരുന്നു. ഒരാൾ കൃത്യമായിട്ട് അടുത്ത് വന്നു. ബാലേട്ടൻ മുണ്ടിനടിയിലൂടെ കയറിപ്പിടിച്ചു. പിടിച്ചിട്ട് ബാലേട്ടൻ ഈ സ്വതസിദ്ധമായ പൊട്ടിച്ചിരിക്കുന്ന ചിരി ഇരിച്ചു. പക്ഷെ ആ ചിരി കണ്ട ഒരാളും തിരിച്ച് ചിരിച്ചില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കയറി പിടിച്ചിട്ട് നമുക്ക് വേദന എടുക്കുന്ന രീതിയിൽ ഇറുകി പിടിക്കുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കും, കയ്യെ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുമല്ലോ. ഇത് ഈ പിടി വീണ ആൾ അനങ്ങുന്നില്ല, പാറ പോലെ നിൽക്കുകയാണ്. ആരും ചിരിക്കുന്നുമില്ല. ചിരിച്ചോണ്ടിരുന്ന ബാലേട്ടൻ പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് ബാലേട്ടൻ പതുക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ മലയാളത്തിലെ പ്രശസ്തനായ നിർമ്മാതാവും പ്രശസ്തനായ സംവിധായകനും പ്രശസ്തനായ സ്റ്റുഡിയോ ഉടമയും ഒക്കെ ആയ ആളാണ് അവിടെ നിന്നത്. അവിടെ നിന്ന് ആൾ മാറുകയും ഇദ്ദേഹം വന്നപ്പോൾ ഈ മുതലാളി എന്ന് പറഞ്ഞ ആൾ കടന്നു വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കുമല്ലോ. അങ്ങനെ ആ പടം എടുക്കുന്നതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകനും അതിൻ്റെ സ്റ്റുഡിയോ ഉടമയൊക്കെ അയാൾ വന്ന് അടുത്ത് നിന്നപ്പോൾ മറ്റേ ആൾ അവിടെ നിന്ന് ആളെങ്കിൽ ബാക്കിലേക്ക് മാറിക്കൊടുത്തു. ഇത് ബാലേട്ടൻ അറിഞ്ഞില്ല. ബാലേട്ടൻ കയറി പിടിച്ചു. പക്ഷേ ബാലേട്ടൻ പൊട്ടി ചിരിച്ചു. ജനവും ചിരിച്ചില്ല, പിടി വീണ ആൾ അനങ്ങിയതുമില്ല. അങ്ങനെ ബാലേട്ടൻ ചമ്മി വിളറിപ്പോയി ആ സെറ്റിൽ. അത് പറഞ്ഞ് ബാലേട്ടൻ ചിരിക്കുമായിരുന്നു. ബാലേട്ടനോട് ചോദിച്ചാൽ
ബാലേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയാന്ന് ചോദിച്ചാൽ ബാലേട്ടൻ അപ്പോഴും ഹാ 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 എന്ന് പറഞ്ഞ് ബാലേട്ടൻ ചിരിക്കും. പാവം മനുഷ്യനായിരുന്നു, പച്ചയായ മനുഷ്യനായിരുന്നു. ബാലേട്ടനെ പറ്റി ബാലേട്ടൻ ഈ ലോകം വിട്ടുപോയിട്ട് 25 വർഷം ഇന്നായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നുന്നു. മെനങ്ങാന്ന് പോയതുപോലെയാണ് തോന്നണേ. 25 വർഷമായി ബാലേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട്. 2000 ആഗസ്റ്റ് 26-ാം തീയതിയാണ് അദ്ദേഹം പോയത്. ആ മനുഷ്യപ്പറ്റുള്ള കലാകാരന് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹം ഉള്ളിടത്തേക്ക് പോയ അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കും മേഘനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കും എന്താ പറയുക, ആത്മശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.